Okay. Next topic, relation between electric field and electric potential. Relation between electric field and electric potential ആണ്. ഓക്കെ, ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ്. ഇപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു പോയിൻ്റ് ചാർജ് Q, സപ്പോസ് ഇറ്റ് ഈസ് എ ഫിക്സഡ് ചാർജ്. ഇതൊരു ഫിക്സഡ് ചാർജാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ഫീൽഡിലെ, അപ്പോൾ ഈ ചാർജിൻ്റെ ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കറിയാം അകലത്തേക്ക് പോകുമ്പോൾ പോയിൻ്റ് ചാർജ് അല്ലേ, പോയിൻ്റ് ചാർജ് ആകുമ്പോൾ അകലത്തേക്ക് പോകുമ്പോൾ ഫീൽഡ് കുറയില്ലേ, ഫീൽഡ് ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ അവിടെ ഫീൽഡിലുള്ള 2 പോയിൻ്റ് എടുത്തു, ഫീൽഡിലുള്ള 2 പോയിൻ്റ്. These two points are very close, വളരെ ക്ലോസ് ആയ 2 പോയിൻ്റ് എടുക്കുക. പക്ഷേ നമ്മൾ പിക്ചറിൽ കുറച്ച് അകലിട്ട് കാണിക്കുകയാണ്. പക്ഷേ മനസ്സിലുണ്ടാവുക ദീസ് 2 points are very close ആക്കി എടുത്തതെന്തിനാണെന്ന് വെച്ചാൽ ശരിക്ക് അകലത്തേക്ക് പോകുമ്പോൾ ഫീൽഡ് കുറയില്ലേ, ഫീൽഡ് കുറയും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഫീൽഡ് കുറയും. അപ്പോൾ ഇവിടെ ഫീൽഡ് കൂടുതലും ഇവിടെ ഫീൽഡ് കുറവ്. പക്ഷേ 2 പോയിൻ്റ് വളരെ അടുത്താണെങ്കിൽ ഈ പോയിന്റിലുള്ള ഫീൽഡ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഈ പോയിന്റിലും അല്ലേ. അപ്പോൾ ഇതിനിടയിൽ 2 പോയിൻ്റ് വളരെ ക്ലോസ് ആണെങ്കിൽ അവിടെ ഫീൽഡ് ഓൾമോസ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ 2 പോയിൻ്റ് വളരെ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ഇമാജിൻ ചെയ്യാം, ഇതിൻ്റെ ഇടയിലുള്ള ഈ റീജിയനിൽ ഫീൽഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. ശരിക്കും ഇവിടെ കൂടുതലും ഇവിടെ കുറവാണ്, എങ്കിലും അത്രയും ക്ലോസ് ആയതുകൊണ്ട് അവിടെ ഫീൽഡ് ആ 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഫീൽഡ് ഓൾമോസ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഫീൽഡ് സെയിം ആയിരിക്കും. ഓക്കെ, സെയിം ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ പോയിന്റിൽ ഒരു Q0 ചാർജിനെ വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ ചാർജിൻ്റെ ഫീൽഡ് പോസിറ്റീവ് ചാർജാണ്, ഫീൽഡ് ഇങ്ങനെയല്ലേ ഫീൽഡ് ഉണ്ടാവുക, ഈ ചാർജിൻ്റെ ഫീൽഡ് അത്. അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ശരിക്കും ഇവർ തമ്മിൽ ഈ 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണ്, ഫോഴ്സ് എത്രയാണ്, ഈ 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്. അപ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്, റിപ്പൽഷൻ ആണെന്ന് വിചാരിച്ചാൽ 2 പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിച്ചോ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് എന്തായിരിക്കും, ഫോഴ്സ്. ഇത് ഫിക്സഡ് ചാർജാണ്, ഇത് ഫിക്സഡാണ്. പക്ഷേ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇത് ടെസ്റ്റ് ചാർജാണ്, ഇതിനെ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇത് കാരണം ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന റിപ്പൽസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2/r² അല്ലേ. അപ്പോൾ Q × Q0/r² വരും, ഫോഴ്സ് അല്ലേ. ഫോഴ്സിനെ നമുക്ക് വേറെ രൂപത്തിൽ എങ്ങനെ എഴുതാം, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫീൽഡ് ഏത് ചാർജിൻ്റെ ഫീൽഡാണ്, ഈ ചാർജിൻ്റെ ഫീൽഡാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്, ഈ ചാർജിൻ്റെ ഫീൽഡ് കാരണം ഈ ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ്, അങ്ങനെ പഠിച്ചത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മളിങ്ങനെ എഴുതൂലേ, Q0 QE QE ഇക്വേഷൻ പഠിച്ചില്ലേ. അപ്പോൾ ഇവിടെ Q0, കാരണം ഇതിൻ്റെ മുകളിലാണ് ഫോഴ്സ്. അപ്പോൾ Q0 × ഫോഴ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്, ഫോഴ്സ് ഉണ്ടാവാൻ കാരണം ഈ ചാർജിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇത് ഫീൽഡ്. ഓക്കെ, Q0E. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് Q0E. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചാർജിനെ Q0 എന്ന് പറയുന്ന ചാർജിനെ ഇത് റിപ്പൽ ചെയ്യല്ലേ അല്ലേ. Q0 എന്ന് പറയുന്ന ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഈ 2 പോയിന്റ് വളരെ ക്ലോസ് അല്ലേ, വളരെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് dr എന്നെടുത്തു. ഡിസ്റ്റൻസ് ഐ ആം ടേക്കിംഗ് ആസ് dr. അപ്പോൾ നമ്മൾ Q0നെ ഇവിടുന്ന് ഇവിടത്തേക്ക് ബ്രിങ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വർക്ക്. ഓക്കെ, ഇത് ഇങ്ങോട്ടും കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക്. ഓക്കെ, വർക്ക് ഈക്വൽ, ആ വർക്കിനെ നമ്മൾ dW എന്ന് എടുക്കുന്നു. dW വർക്ക് ഈക്വൽ FS cos θ അല്ലേ. അപ്പോൾ FS എന്ന് പറയുമ്പോൾ dr ഡിസ്പ്ലേസ്മെൻറ്റ് dr അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്കാണ്. ഓക്കെ, അപ്പോൾ F dr
എഫ് എസ് കോസ് തീറ്റ. ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ഇങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ കോസ് 180 വരിക. അപ്പോൾ ഡി ഡബ്ല്യു ഈക്വൽ ടു കോസ് 180 -1, സോ മൈനസ് എഫ് ഡി ആർ വരും. ഓക്കെ, അപ്പോൾ ഡി ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എഫ് എത്രയാണ്, എഫ് ഈക്വൽ ടു Q0E ഡി ആർ വരും. ഇതാണ് ഡി ഡബ്ല്യു. സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. എന്തിനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് Q0 ഫ്രം പോയിന്റ് 1 A എന്നെടുത്തോ, A ടു പോയിന്റ് B. Q0നെ എയിൽ നിന്ന് ബിയിലെത്തിക്കാനുള്ള വർക്ക്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, W/Q എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് ആരെയാ, Q0നെയാണ്. Q0നെയല്ലേ കൊണ്ടുവരുന്നത്, Q0നെയാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ W/Q0 എന്നാണ് വരിക. ഇതല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫോമുല. അപ്പോൾ ഈ രണ്ട് പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിനെ ഞാൻ ഡി വി എന്ന് വിളിക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡി വി എന്ന് വിളിക്കുന്നു. കാരണം ഡി വി എന്ന് വിളിക്കുക അത്രയും ക്ലോസ് ആയിട്ടുള്ള രണ്ട് പോയിൻ്റാണ്. അത്രയും ക്ലോസ് ആയിട്ടുള്ള രണ്ട് പോയിൻ്റ് ആയതുകൊണ്ടുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ ഡി വി എന്ന് വിളിക്കുന്നു. സോ ദർ ഇസ് എ സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, സ്മോൾ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വേഷൻ എന്നാ W/Q. അപ്പോൾ ഡബ്ല്യുവിന് പകരം ഡി ഡബ്ല്യു അല്ലേ, ബൈ ക്യൂ എന്ന് പറയുമ്പം നമ്മൾ Q0നെയല്ലേ എയിൽ നിന്ന് ബിയിലെത്തിക്കുന്നത്, Q0നെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ W/Q0 ആണ് വരിക. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അർത്ഥം തന്നെ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ അർത്ഥം എന്തായിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കുളമ്പിന, അങ്ങനെയാണ് 1 കുളമ്പിന ഒരു പോയിന്റിൽ നിന്ന് ഇത് Q0നെ എത്തിക്കാനുള്ള വർക്ക് അല്ലേ, Q0നെ എത്തിക്കാനുള്ള വർക്കല്ലേ ഡി ഡബ്ല്യു, വർക്ക് ഡൺ ടു ബ്രിങ് Q0 ഫ്രം എ ടു ബി. അതാണ് ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന 1 കുളമ്പിന പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ എത്തിക്കാനുള്ള വർക്ക്, 1 കുളമ്പിന ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്കിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയല്ലേ. അപ്പോൾ ഡി ഡബ്ല്യു എത്രയാണ്, -Q0E dr ഡിവൈഡ് ബൈ Q0 ക്യാൻസൽ. അപ്പോൾ ഡി വി ഈക്വൽ ടു -E dr. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് ഇ ഈക്വൽ ടു എന്ത് വരും, ഇ ഈക്വൽ ടു ഡി ആർ ലെഫ്റ്റിലേക്ക് എടുക്കുക, മൈനസ് എടുത്തോ. അപ്പോൾ -dv/dr വരും. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഈ ടേമിനെ നമ്മൾ നെഗറ്റീവ്, ഓക്കെ, ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രാഡിയൻ്റ് എന്ന് പറയും, പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്, അല്ലെങ്കിൽ ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയും, ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്. അപ്പോൾ ഈ സമം ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ എന്ത് വരും, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ നെഗറ്റീവ് ഈ ടേമാണ് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്, ഈസ് ഈക്വൽ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്. പിന്നെ ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ, ഈ രണ്ട് പോയിൻറ്റിനിടയിലുള്ള ഈ സ്ഥലത്തുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആരെ ഫീൽഡ്, ഈ ചാർജിൻ്റെ ഫീൽഡ് അവിടെയുള്ള ഫീൽഡ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡിവൈഡ് ബൈ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ആർ. അങ്ങനെ ഈ റീജിയനിലുള്ള ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ ആയത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രാഡിയൻറ്റ്. അപ്പോൾ ഫീൽഡിന് ഇത് വെച്ച് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫീൽഡിന് ഒരു യൂണിറ്റ് പറഞ്ഞൂടെ, ഫീൽഡിൻ്റെ യൂണിറ്റ് ഇത് വെച്ചുകൊണ്ട് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു യൂണിറ്റ് പറയാം. കഴിഞ്ഞ ചാപ്റ്ററിൽ യൂണിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാൻ വന്ന സമയത്ത് അടുത്ത ചാപ്റ്ററിൽ ആ ഒരു യൂണിറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫീൽഡിൻ്റെ യൂണിറ്റ്. അടുത്ത ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫീൽഡിൻ്റെ യൂണിറ്റ് പറയാം. ഇത് പൊട്ടൻഷ്യൽ അല്ലേ, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്. ഡി ആർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് അല്ലേ,
ഡിസ്റ്റൻസ് മീറ്റർ. അപ്പോൾ വോൾട്ട് പെർ മീറ്റർ ആയിരിക്കും അങ്ങനെ ഒരു യൂണിറ്റ് ഫീൽഡിന്, വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഈ നെഗറ്റീവിൻ്റെ മീനിങ്? ഈ നെഗറ്റീവിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിലേഷൻ പറയുന്നത് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലല്ലേ, റിലേഷൻ. ഓക്കെ, അപ്പോൾ നെഗറ്റീവിൻ്റെ മീനിങ് എന്താ? നെഗറ്റീവിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. എന്താണ് നെഗറ്റീവിൻ്റെ മീനിങ്? ഞാനിപ്പോൾ പറഞ്ഞുതരാം. പൊട്ടൻഷ്യലിൻ്റെ മീനിങ്, ഈ നെഗറ്റീവിൻ്റെ മീനിങ് എന്താണ്? നെഗറ്റീവിൻ്റെ മീനിങ് പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് എന്നാണ്. അതായത് ഇവിടെ നിങ്ങളൊരു ചാർജ് വെച്ചു, പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിച്ചു. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞു ഫീൽഡിൻ്റെ ഡയറക്ഷൻ, നമ്മളിവിടെ 2 പോയിൻ്റ് എടുത്താൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അല്ലേ? അല്ലേ ഫീൽഡിൻ്റെ? അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ? അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എടുത്തേക്കാം? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ മീനിങ് ഞാൻ എന്താ പറഞ്ഞത്? ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ, ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. ശരിയല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ ആയില്ലേ? ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. അങ്ങോട്ട് പോകുമ്പോൾ ലോവർ പൊട്ടൻഷ്യലായി വരും. ഇനി ഈ 2 പോയിൻ്റ് എടുക്കുമ്പോൾ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ദ പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് എന്നാണ് നെഗറ്റീവിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഈക്വൽ ടു നമുക്ക് -dv/dr കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ലെറ്റ് Ex, Ey and Ez are the components of field. ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഫീൽഡിൻ്റെ 3 കമ്പോണൻറ്റുകളാണ് കമ്പോണൻസ് ഓഫ് ഫീൽഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ E = -dv/dr എന്നല്ലേ നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എങ്ങനെ കാണും? ഈ എക്സ് കാണാൻ -dv/dx എന്ന് എടുക്കുക. ഈ എക്സ് = -dv എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എക്സ് ആക്സിസ്, അത് -dv/dx. അപ്പോൾ ഈ വൈയോ, ഈ വൈ എന്ന് പറയുമ്പോൾ -dv/dy. ഓക്കെ, ഇതുപോലെ ഈ സെഡ് = -dv/dz എന്നാണ്. ഈ സെഡ് = -dv/dz. ഓക്കെ, അങ്ങനെയാണ്. ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഫീൽഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 3 ഫോം ഇത് പ്രോബ്ലം ചെയ്യുന്നവരെ ക്ലിയർ ആവും. ഈ 3 ഫോമുല ഉപയോഗിച്ച് നമ്മൾ Ex കണ്ടു, Ey കണ്ടു, Ez കണ്ടു. Ex, Ey, Ez 3 കണ്ടു. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് എങ്ങനെ എഴുതാം? ലാസ്റ്റ് Exും Eyയും Ez കിട്ടിക്കഴിഞ്ഞാൽ, ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് എങ്ങനെ എഴുതാം? ഫീൽഡ് നമുക്ക് ഇങ്ങനെ എഴുതാം: Exi cap അല്ലേ പ്ലസ് Eyj cap പ്ലസ് Ez k cap. ഇങ്ങനെ എഴുതാം. Exi cap പ്ലസ് Eyj cap പ്ലസ് Ez k cap. അങ്ങനെയാണ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നോക്കൂ വേറൊരു കാര്യം. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇവിടെയുള്ളത് യൂണിഫോം ഫീൽഡാണെന്ന് വിചാരിച്ചു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിനകത്തുള്ള യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് അറിയാലോ, ഷീറ്റല്ല ഈ ചാർജിൻ്റെ ഷീറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കി. ഇവിടെയുള്ള 2 പോയിൻ്റാണ് ഈ 2 പോയിൻ്റ്. നമ്മളെന്താ പഠിച്ചേ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസസ്. അപ്പോൾ ഫീൽഡ് അങ്ങോട്ടേക്കല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഇതെല്ലാം ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഒരു ഫീൽഡ് കാണിക്കുക, ഫീൽഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം അവിടെ ചാർജ് ഉണ്ട്, ചാർജിൻ്റെ ഫീൽഡ് അതൊരു യൂണിഫോം ഫീൽഡാണെന്നായിരിക്കും. അപ്പോൾ അത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലും ഇവിടെ പൊട്ടൻഷ്യൽ കുറവും. കാരണം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഫീൽഡ്. ഈ 2 പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഞാൻ d നിർത്തും, ഡിസ്റ്റൻസ് d. ഓക്കെ,
അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ചത് നിങ്ങൾ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ പഠിച്ചത്? -dv/dr എന്നല്ലേ പഠിച്ചത്? -dv/dr. അപ്പോൾ ആ ഡി വി എടുക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഈ -dv/dr എന്നുള്ള എന്താ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഫീൽഡ്. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ്, ഇതാണ് ശരിക്കും മീനിങ്, മൈനസ് ഓഫ് ഡി വി എടുക്കണ്ടേ. ഡി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്, ഡിഫറൻസ്. അപ്പോൾ ഡി വി എടുക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്കല്ലേ ഫീൽഡ്. അപ്പോൾ ഡി വി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ ഫീൽഡ്. അപ്പോൾ ഡി വി എടുക്കുമ്പോൾ നിങ്ങൾ ഡിഫറൻസ് എടുക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഡി വി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും V2 - V1, ഇങ്ങനെയാണ് V2 - V1. ഓക്കെ, V2 - V1 ഡിവൈഡ് ബൈ dr. dr എന്ന് പറയുമ്പോൾ എന്താണ്? dr എന്ന് പറയുമ്പോൾ ഇവർ നമ്മൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ d എന്ന് എടുത്തു, d. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് ഡി വി എടുക്കുമ്പോൾ V2 - V1 എടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ഫീൽഡ് ആകുമ്പോൾ V2 - V1. അപ്പോൾ മൈനസ് ഓഫ് V2 - V1 ബൈ d. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് ഓഫ് V2 - V1 എങ്ങനെ ഇതാ? V1 - V2 ബൈ d എന്ന് ഇതാ, അല്ലേ? ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ V1 - V2. അപ്പോൾ V1 - V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 - V2 എന്താവും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ED എന്ന് വരും, അല്ലേ? ED. അപ്പോൾ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഈ ഡി കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈ ഡി കണ്ടാൽ ഹയർ പൊട്ടൻഷ്യൽ V1 - V2 കിട്ടും. ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെയല്ലേ പൊട്ടൻഷ്യൽ കൂടുതൽ, കാരണം ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഫീൽഡ്, ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ V1 - V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ ഈക്വലി ED എന്ന് കണ്ടാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് കണ്ടാൽ മതി. നെക്സ്റ്റ് ഇലക്ട്രിക് potential due to a uniformly charged spherical shell or hollow sphere or charged spherical conductor. ഓക്കെ, അത് നമുക്ക് പറയാം. ചാർജ്ഡ് കണ്ടക്ടർ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ നിങ്ങളൊരു ഹോളോ സ്ഫിയർ വിചാരിക്കുക. ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ ഇത് സ്ഫിയർ ഹോളോ ആണ്, ഉള്ളു പൊള്ളയല്ലേ, ഹോളോ ആണ്. ഇത് യൂണിഫോംലി ചാർജ് ആണ്. അപ്പോൾ ഇനി ചാർജ് കൊടുത്താൽ ചാർജ് നിൽക്കുക, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതിൻ്റെ സർഫസിൽ മാത്രം, അല്ലേ? ചാർജ് ഡിസ്ട്രിബ്യൂട്ട്സ് ഓൺലി ഓൺ ഇറ്റ്സ് സർഫസ്. ചാർജ് ഡിസ്ട്രിബ്യൂട്ട്സ് ഓൺലി ഇറ്റ്സ് സർഫസ്. ഇതിൻ്റെ സർഫസിലാണ്. അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഉള്ളിൽ ചാർജ് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ ആയിരിക്കും കണ്ടക്ടറിൻ്റെ കേസിലും. കണ്ടക്ടർ ഇതിപ്പോൾ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറാണ് ആയിരിക്കും, സ്ഫെറിക്കൽ കണ്ടക്ടറാണ് കണ്ടക്ടറിൻ്റെ കേസിൽ പഠിച്ച എന്താണ്? കണ്ടക്ടറിൻ്റെ കേസിലും സ്ഫെറിക്കൽ കണ്ടക്ടർ നിങ്ങൾ ഹോളോ അല്ല എന്ന് വിചാരിച്ചോ? ഹോളോ അല്ല ഇത് കണ്ടക്ടർ, പക്ഷേ കണ്ടക്ടറാണ്. ഹോളോ അല്ല, പക്ഷേ കണ്ടക്ടറാണ്. പക്ഷേ കണ്ടക്ടറാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും അവസ്ഥ. ചാർജ് ഓൺലി അറ്റ് ഇറ്റ്സ് സർഫസ്, ചാർജ് ഡിസ്ട്രിബ്യൂട്ട്സ് ഓൺലി അറ്റ് ഇറ്റ്സ് സർഫസ്. ഇതൊരു കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ. കണ്ടക്ടർ ആണെങ്കിൽ എപ്പോൾ ചാർജ് സർഫസിൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഫോമുലാസ്, ഇതിൻ്റെ കേസിൽ കിട്ടുന്ന ഫോമുലാസ് പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫോമുലാസ് സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിലും അപ്ലൈ ചെയ്യാം, ഓക്കെ, കണ്ടക്ടർ ആണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും, പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എടുത്തു. ഇതിലുള്ള ടോട്ടൽ ചാർജ് നമ്മൾ Q എന്ന് എടുത്തു. ടോട്ടൽ ചാർജ് Q ആണ്. ഒന്നാമത്തെ പൊട്ടൻഷ്യൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഔട്ട്സൈഡാണ്, ഒരു ഔട്ട്സൈഡ് പോയിന്റിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഔട്ട്സൈഡിൽ ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ്. P എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡാണ്. അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. ആ ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. അപ്പോൾ ഈ പിക്ചർ പ്രകാരം തന്നെ സ്മോൾ r ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R ആണ്, അല്ലേ? സ്മോൾ r
ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ, ഔട്ട്സൈഡ് പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗോസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനിൽ നമ്മൾ ഔട്ട്സൈഡ് ഒരു ഹോളോസ്ഫിയറിൻ്റെ യൂണിഫോംലി ചാർജ്ഡ് ഹോളോസ്ഫിയറിൻ്റെ ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഫീൽഡ് നമ്മൾ പഠിച്ചിന്. ഔട്ട്സൈഡ് പോയിന്റിൽ ഫീൽഡ് ഇങ്ങനെയാണ് 1/4πε0 Q/, ഔട്ട്സൈഡ് പോയിന്റ് ആകുമ്പോൾ അവിടത്തേക്കുള്ള ദൂരം സ്മോൾ ആർ ആണ്. അപ്പോൾ Q/r² ആണ് ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഫീൽഡ്. ഓക്കെ, ഇത് ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഫീൽഡാണ് ഹോളോസ്ഫിയറിൻ്റെ ചാർജ്ഡ് ഹോളോസ്ഫിയറിൻ്റെ ഔട്ട്സൈഡ് അല്ലെ കണ്ടക്ടർ, ഹോളോസ്ഫിയർ അല്ലെ കണ്ടക്ടർ, ഇതിൻ്റെ ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഫീൽഡായത്. അങ്ങനെയാണ് നമ്മൾ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ പോവാണ്. പൊട്ടൻഷ്യൽ എങ്ങനെ കാണാം? E = -dV/dr എന്നല്ലേ. അപ്പോൾ dV = -EdR എന്ന് വരൂലേ. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഇത് dV. അപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ dVനെ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ. dVനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ V കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ dV എന്ന് പറയുമ്പോൾ ഇതാ -EdR. ഓക്കെ, അപ്പോൾ V = ഔട്ട്സൈഡ് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് ഇലക്ട്രിക് ഫീൽഡ് ഇതാ. ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതാണല്ലോ. ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r² ആണ് ഫീൽഡ് ഇൻറ്റു dr. അപ്പോൾ V = -1/4πε0 Q. ഇത്രയും സാധനം പുറത്തെടുത്തു, കോൺസ്റ്റൻസ് എല്ലാം പുറത്തെടുത്തു. ഓക്കെ, ഇൻ്റഗ്രൽ 1/r² dr. r² ടേക്ക് r² ടു ന്യൂമറേറ്റർ. അപ്പോൾ r⁻²2 dr. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ അറിയാലോ, ഇത് ഏത് ഫോമിൽ ഉപയോഗിച്ച് ചെയ്യുക? r⁻x അല്ലേ, x ആണെങ്കിൽ x(n+1/n+1). അപ്പോൾ r⁻², അപ്പോൾ r⁻n+1 എന്ന് പറഞ്ഞാൽ -2 അല്ലേ, n-2. അപ്പോൾ r⁻² + 1/-2 + 1 ആ ഫോമിൽ ഉപയോഗിച്ച് ഇതിനെന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ചെയ്ത് നോക്കുക കേട്ടോ. r⁻n+1/n+1 ആ ഫോമിൽ ഉപയോഗിച്ച് ചെയ്യുക. n എന്ന് പറയുമ്പോൾ -2. ഓക്കെ, അത് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ -1/r എന്ന് കിട്ടും. -1/r എന്ന് കിട്ടും. അങ്ങനെ ചെയ്താലോ? അപ്പോൾ -1/4πε0 Q ഇൻറ്റു ഇതിൻ്റെ ആൻസർ -1/r. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താവും? 1/4πε0 Q/r എന്നാവും അല്ലേ. Q/r ഇതാണ് ഒരു ചാർജ്ഡ് സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ കണ്ടക്ടർ. ഇതിൻ്റെ ഔട്ട്സൈഡ് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഇതാണ്. പക്ഷേ ഡിസ്റ്റൻസ് സ്മോളാർ. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡിസ്റ്റൻസ് ഇതിൻ്റെ സെൻറ്റർ മുതൽ എടുക്കണം. അതാണ് സെൻറ്റർ മുതൽ എടുക്കണം ഡിസ്റ്റൻസ്. ഇതാണ് ഔട്ട്സൈഡ് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. ഇതാണ് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഇതാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അത് മറന്നുകൊണ്ട. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതായത് 1 കൂളമ്പിനെ അങ്ങനെയല്ലേ, 1 കൂളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കാനുള്ള, ഈ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്ക്, 1 കൂളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്കിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ അല്ലേ. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ. ഇനി അറ്റ് സർഫസ്, പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അപ്പോൾ ഔട്ട്സൈഡ് പോയിന്റിൽ എന്താ കാണുന്നത്? പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് അല്ലേ. ആർ ഡിസ്റ്റൻസിൽ ആ പൊട്ടൻഷ്യൽ അല്ലേ. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ആ രൂപത്തിലേ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആറ് കൂടുന്നേരം ആർ ഇൻക്രീസസ്, പൊട്ടൻഷ്യൽ ഡിക്രീസസ്, ആ രൂപത്തിലല്ലേ ഉള്ളത്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. ഇനി അറ്റ് സർഫസ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് പോയിന്റ് എടുക്കുമ്പോൾ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ ആറ്. അപ്പോൾ ഈ ഔട്ട്സൈഡ് തന്നെ ഈ പോയിന്റ് എടുത്താൽ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 6. അപ്പോൾ സർഫസ് ആകുമ്പോൾ ഈ പോയിന്റ് എടുത്താൽ അവിടത്തേക്കുള്ള ദൂരമാണ് സ്മോൾ ആർ. ഈ പോയിന്റ് എടുക്കുമ്പോൾ അവിടത്തേക്ക് സ്മോൾ ആർ. സർഫസ് പോയിന്റ് എടുക്കുമ്പോൾ അവിടത്തേക്ക് സ്മോൾ ആർ. ഏത് പോയിന്റാണോ ഉദ്ദേശിക്കുന്നത് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ സർഫസ് ആകുമ്പോൾ ഇതാണ് സ്മോൾ ആർ. അപ്പോൾ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും എന്തായി? ഈക്വലായി. അപ്പോൾ അറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അപ്പോൾ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എന്തായി? 1/4πε0
ക്യൂ ബൈ സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ, അതിൻ്റെ റേഡിയസ് കൊടുക്കുക. റേഡിയസ് ഇത് പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ്, ഇത് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് അല്ലേ. ഇനി ഇതിൻ്റെ ഇൻസൈഡാണ് ഈ ഹോളോസ്ഫിയറിൻ്റെ അല്ലെങ്കിൽ സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ, കണ്ടക്ടർ ആയാൽ മതി അല്ലേ, കണ്ടക്ടറിൻ്റെ ഓക്കെ ഇതിൻ്റെ ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ, ഇൻസൈഡ് ഇപ്പോൾ തേർഡ് വൺ ഇൻസൈഡ്. അപ്പോൾ ഇൻസൈഡ് ഒരു പോയിൻ്റ് എടുക്കുക. ഇൻസൈഡ് പോയിൻ്റ് എടുക്കുമ്പോൾ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ഏത് പോയിൻ്റാണോ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ അല്ലേ. അപ്പോൾ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആയി. ഇൻസൈഡ് പറയുമ്പോൾ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഹോളോസ്ഫിയറിൻ്റെ, ചാർജ്ഡ് സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ അല്ലേ, കണ്ടക്ടറിൻ്റെ ഇൻസൈഡ് ഫീൽഡ് 0 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഇല്ല, ഉള്ളിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ ഫീൽഡ് ഇല്ല. E ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്നല്ലേ. അപ്പോൾ ഡി വി ഈക്വൽ ടു മൈനസ് ഇ ഡി ആർ എന്നല്ലേ വരിക. ഇതിൻ്റെ ഉള്ളിൽ, ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഫീൽഡ് 0 ആണ്. അപ്പോൾ ഫീൽഡ് 0, അപ്പോൾ ഇത് ഈ 0, അപ്പോൾ ഇത് ടോട്ടൽ 0. അപ്പോൾ ഡി വി 0. ഡി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ 0 എന്നാണോ? ഡി വി എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻ്റ് എടുത്താൽ ആ രണ്ട് പോയിൻ്റ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 0. ഡിഫറൻസ് 0 ആണെങ്കിൽ അർത്ഥം എന്നാ, ഇവിടെയുള്ള പൊട്ടൻഷ്യലും ഇവിടെയുള്ള പൊട്ടൻഷ്യലും സെയിം. പൊട്ടൻഷ്യൽ സെയിം ആകുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വി മൈനസ് വി 0 കിട്ടുക. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ സെയിം. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഫീൽഡ് 0 ആകുന്ന റീജിയനിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനുള്ളിലുള്ള എല്ലാ പോയിന്റിലും ഫീൽഡ് 0 അല്ലേ, ഫീൽഡ് 0 ആയതുകൊണ്ട് എല്ലാ പോയിന്റിലും ഏത് രണ്ട് പോയിന്റ് എടുത്താലും അവിടെയെല്ലാം പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, മീൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം. ഈ പോയിന്റ് ഉള്ളിലല്ലേ. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യലും സെയിം. അതുപോലെ ഇവിടെയും സെയിം. പൊട്ടൻഷ്യൽ ഉള്ളിലെല്ലാവരുടെയും സെയിം. ഇനി ഈ പോയിന്റ് ഉള്ളത് ഉള്ളിലാണ്, ശരി. ഉള്ളിലാണെങ്കിലും ഈ പോയിന്റ് ഓൾമോസ്റ്റ് നിയർ ദ സർഫസ് അല്ലേ. അല്ലേ. അപ്പോൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിലും, ഇനി ഇവിടെയുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെയും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലാണ് എങ്കിലും അത് ഓൾമോസ്റ്റ് ഏടിയ സർഫസിലാണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ പൊട്ടൻഷ്യലാണ്? സർഫസിലുള്ള പൊട്ടൻഷ്യൽ. കാരണം അത് ഓൾമോസ്റ്റ് സർഫസിലാണ്. ഉള്ളിലാണെങ്കിൽ നിയർ ദ സർഫസ് ആണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എവിടുത്തെ പൊട്ടൻഷ്യലാണ്? സർഫസിലുള്ള. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള. അപ്പോൾ അത് തന്നെയാണ് വിട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ തന്നെ, സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലെല്ലാടെയും. മനസ്സിലായ? അപ്പോൾ ഉള്ളിലെല്ലാടെയും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഉള്ളിലെല്ലാടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അത് എവിടുത്തെ ഈക്വലാ? സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് എവിടെ? ഇൻസൈഡ്. ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അപ്പോൾ ഹോളോസ്ഫിയർ റേസിൽ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലെല്ലാവിടെയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പൊട്ടൻഷ്യൽ എടുത്തു, ഈ ആക്സിസിൽ പൊട്ടൻഷ്യൽ, ഈ ആക്സിസിൽ ഡിസ്റ്റൻസ് എടുത്തു. ഡിസ്റ്റൻസിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഈ ഹോളോസ്ഫിയറിൻ്റെ കേസിലാണ് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ ആർ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? സർഫസ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ പിന്നെ റേഡിയസ് അല്ലേ. അപ്പോൾ സെൻറ്റർ മുതൽ ക്യാപിറ്റൽ ആർ വരെ എന്ന് പറഞ്ഞാൽ എവിടെ വരെ? സർഫസ് വരെ. ഓക്കെ, ഇത് സെൻറ്റർ. നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സെൻറ്റർ മുതൽ സർഫസ് വരെ ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റൻ്റാണ്. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ്. അപ്പോൾ സെൻറ്റർ മുതൽ സർഫസ് വരെ
പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റാണ്. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഗ്രാഫ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റാണ്. പിന്നെ ഔട്ട്സൈഡ് നിങ്ങൾ പൊട്ടൻഷ്യൽ പഠിച്ചെന്നാൽ ഔട്ട്സൈഡ് പഠിച്ചെന്നാൽ സർഫസിൽ പഠിച്ചെന്നാൽ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 1/4πε0 Q/R റേഡിയസ്. ഔട്ട്സൈഡോ 1/4πε0 Q/r. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് ഇത് തന്നെയായിരിക്കും ഉള്ളിലെല്ലാടി. ഇത് തന്നെയായിരിക്കും ഉള്ളിലെല്ലാടി. അങ്ങനെയാണ്. ആ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലെല്ലാടി. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് പൊട്ടൻഷ്യലായത് എന്ന് പറഞ്ഞാൽ ഈ സംഭവം 1/4πε0 Q/R എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ 1/4πε0 Q/R ആണ്. R ആണ് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അത് തന്നെയായിരിക്കും ഉള്ളിലെല്ലാടി. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെൻറ്റർ മുതൽ സർഫസ് വരെ R വരെ സർഫസ് വരെ അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഔട്ട്സൈഡോ ഔട്ട്സൈഡിലേക്ക് പോകുമ്പോൾ V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അങ്ങനെയല്ലേ വരുന്നത്? R കൂടുന്നേരം പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ R കൂടുന്നേരം V കുറയുന്നുള്ള രൂപത്തിലല്ലേ വരുന്നത്? അപ്പോൾ വെൻ R ഇൻക്രീസസ് V ഡിക്രീസസ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ടു സർഫസ് കോൺസ്റ്റൻറ്റ് ദെൻ ഡിക്രീസ് രൂപത്തിലാണ് ഗ്രാഫ് വരിക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.